ഈ കഴിഞ്ഞ 25 ദിവസമായി നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന നോമ്പിന്റെ പുതിയൊരു നവീകരണം കൂടെയാണ് നമ്മൾ ഇന്ന് നടത്തപ്പെടുന്നത്. ഈ സ്ലീബാഘോഷത്തിൽ ഈ സ്ലീബ നമ്മൾ സ്ഥാപിക്കുമ്പോഴതിൻ്റെ അർത്ഥം നമുക്കറിയാം. മരുഭൂമിയിലെ മോശ സർപ്പത്തെ നാട്ടിയതുപോലെ നമ്മളിന്റെ ഗോകുൽ തായാലും ഈ കുരിശ് നാട്ടുകയും ആ പിതൃ സർപ്പത്തെ ദർശിച്ചവരെല്ലാം അസുഖം പ്രാപിച്ചതുപോലെ ഈ സ്ലീബ നമുക്ക് രക്ഷയ്ക്ക് കാരണമാകുകയും ചെയ്യട്ടെ. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സ്ലീബാഘോഷത്തിന്റെ ഈ സമയത്ത് ഈ ദേവാലയത്തെയും ഇവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും ഈ ദേവാലയത്തിന്റെ 4 ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കുടുംബങ്ങളെയും ഈ പ്രദേശത്തെയും ദൈവത്തിന് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്ലീബാഘോഷത്തിന്റെ ഈ സമയത്ത് ഈ സ്ലീബ മൂലം ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും പ്രത്യേകിച്ച് ഈ പ്രദേശവും രക്ഷപ്രാപിക്കുവാനായിട്ടും സ്ലീബായുടെ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്ലീബായുടെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുകയും ചെയ്യും. ഇസ്രായേൽക്കാരുടെ പാളയ മധ്യത്തിൽ അത് സ്ഥാപിക്കപ്പെട്ടപ്പോൾ രക്ഷാകരമാലിന്റെ കുരിശിനെ അത് സൂചിപ്പിച്ചു. വിശുദ്ധ സഭ അവരുടെ മക്കളുടെ കാവലിനും മാണ്ടുവട്ടത്തിന്റെ അനുഗ്രഹത്തിനും വിളവുകളുടെ സമൃദ്ധിക്കും സകലവിധ നാശനഷ്ടങ്ങളിൽ നിന്നുമുള്ള അവയുടെ സംരക്ഷണത്തിനും ശിക്ഷകളുടെ ദൂരീകരണത്തിനും വേണ്ടി വിശുദ്ധ നോമ്പിന്റെ മധ്യത്തിൽ ജീവദായകമാലിന്റെ സ്ലീബായെ ആഘോഷിക്കുന്നു. ഞങ്ങൾ നിലത്തിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങൾ തോൽപ്പിക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങളുടെ വൈരികളെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. അവരുടെ ക്ലേശങ്ങൾക്ക് ശമനം കണ്ടെത്തുന്നു. അതിനാൽ കരുണാസമ്പന്നനായ കർത്താവേ, എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ വിശുദ്ധാത്മാവിനാലെ ഞങ്ങൾ നിഗളത്തിൽ നിന്നും ആത്മപ്രശംസയിൽ നിന്ന് വിമോചിതനായി വിശുദ്ധ ദീർഘദർശിമാർ മുൻകൂട്ടി സൂചിപ്പിച്ച നിന്റെ വിശുദ്ധ രഹസ്യങ്ങളെ സ്മരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ജീവദായകമായ സ്ലീബായുടെ രക്ഷാകരമായ അടയാളം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിക്കണമേ. അതിന്റെ ദർശനത്താൽ ഞങ്ങളുടെ മനസ്സിന് നിർമ്മലമാവുകയും അതിനെ വന്ദിക്കുന്നതിനാൽ ഞങ്ങളുടെ വിചാരങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യണമേ. സകല ദുഷ്ടസേനകളും ഞങ്ങളിൽ നിന്ന് ഓടിയാകരട്ടെ. സ്ലീബായുടെ അടയാളം വഹിക്കുന്ന ഞങ്ങൾ വഞ്ചകാത്മാക്കൾക്ക് ഭയകാരണമായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. അവനെ ദൃഷ്ടിയുറപ്പിച്ച് അവനെ ശരണപ്പെടുവിൻ, നിങ്ങൾ ലജ്ജിതരാവുകയില്ല. നോമ്പിന്റെ മധ്യത്തിൽ ജീവദായകമായ സ്ലീബായുടെ അടയാളം നമുക്കായി സ്ഥാപിച്ച രക്ഷകന്റെ വിസ്മരണീയമായ വ്യാപാരം എത്രയോ വിശിഷ്ടമാകും. അതിനാൽ കരുണാസമ്പന്നനായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദീർഘദർശിമാർ സൂചിപ്പിക്കുകയും പാളയമധ്യത്തിൽ നാട്ടിയ പിത്തള സർപ്പമുഖേന മോശ ദൃഷ്ടാന്തപ്പെടുത്തുകയും ചെയ്തവനായ ദൈവമേ, നീ സ്ലീബാമേൽ ഉയർത്തപ്പെട്ടപ്പോൾ നിന്നെ ആരാധിക്കുവാനായി സൃഷ്ടികളെ നീ ആകർഷിച്ചു. ഫറവോനെയും അമാലേക്കിനെയും നീ നശിപ്പിച്ചു. കർത്താവേ, നിന്റെ സ്ലീബായുടെ പാർശ്വങ്ങളിൽ
ഞങ്ങളെ മറച്ചുകൊള്ളണമേ. കർത്താവായ കാറിന്റെ അപേക്ഷയായിട്ട് വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അവന് സ്വസ്ഥത നൽകിയതുപോലെ ബലഹീനരും പാപികളുമായ നിന്റെ ദാസനാകുന്ന ഞങ്ങളുടെ നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് നിന്റെ സ്ലീവായ ഞങ്ങളുടെ മുറിവുകളെ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ നിത്യദൈവമേ, നിന്റെ കരുണയോ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വൈരികളിൽ നിന്ന് ഞങ്ങളെ നീ വിടുവിക്കുകയും ഞങ്ങളുടെ ശത്രുക്കളെ നീ ലജ്ജിപ്പിക്കുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് ദുഷ്ടനോട് എതിരിടുവാൻ ശക്തിയില്ലാതിരുന്ന കർത്താവ് നമ്മോടൊപ്പം ജീവിതമായ സ്നേഹമായും നമുക്ക് തന്നു. അതിനാൽ കരുണാസമ്പന്നനായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഉപമിക്കപ്പെടുകയും ചെയ്ത മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പാപത്തിന്റെ മാരക വിഷം ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. സാത്താന്റെ ദംശനത്തിൽ നിന്ന് ഞങ്ങളുടെ ആത്മശരീരങ്ങളെ സുഖമാക്കണമേ. പിത്തള സർപ്പത്തിന് ദൃഷ്ടി ഉറപ്പിച്ചവരെ അത് സുഖമാക്കിയതുപോലെ ഞങ്ങളുടെ ദൃഷ്ടി നിന്നിലും നിന്റെ ശ്രീമാനും പതിഞ്ഞിരിക്കുന്നതിനാൽ ഞങ്ങളുടെ ക്ലേശങ്ങളും രോഗങ്ങളും നീ സുഖമാക്കണമേ. ഞങ്ങളുടെ ശരണവും പ്രത്യാശയും എപ്പോഴും നിന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും സമുദ്ധാരകനും നീയാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. നീ എനിക്ക് രക്ഷയുടെ പരിചയം നൽകി നിന്റെ വളർത്തുകയും എന്നെ സഹായിക്കുകയും നിന്റെ ശിക്ഷണം എന്നെ വളർത്തുകയും ചെയ്യട്ടെ. ദുഷ്ടനെയും അവന്റെ സൈന്യത്തെയും ജയിച്ച് ആത്മീയ ജീവൻ നേടുവാനായി നോമ്പിന്റെ മധ്യത്തിൽ നമ്മുടെ രക്ഷകൻ ജീവദായകമായ സ്നേഹമായി നമുക്ക് കൽപ്പിച്ചു തന്നു. അതിനാൽ കരുണാസമ്പന്നനായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവനെ തന്നെ ഞങ്ങളും ശുശ്രൂഷിക്കുന്നു.
അഗ്നിമയന്മാരാർക്ക് ഹല്ലേലൂയ പാടുന്നു, അവന് തന്നെ ഞങ്ങളും ഹല്ലേലൂയ പാടുന്നു.
രാജപുരി റോമായിൽ യൂതന്മാരെ കൂട്ടി ചോദിച്ചു കാട്ടിടാമോ ശ്രീമാവച്ചോരിടം ഞങ്ങൾ കൊണ്ടേകത്തലവൻ അവനോടാരാഞ്ഞ മിശിഹാദൻ ശ്രീമാമരുവും സ്ഥാനം കാട്ടിയിടും ഹല്ലേലൂയ എന്നവരുര ചെയ്തു. മരത്തിന്മേൽ തൂങ്ങി മല്ലൻ ബലവാന്തനയന്താ തല ചാച്ചു മരിച്ചു മാത്രം വീട്ടല്ലോ താരവിൽ സാരാംശം തൻ മേനി വെടിഞ്ഞില്ല മനുഷ്യജീവൻ തരുവിട്ടു സാരാംശമതല്ല ഉന്നതനെ കുരിശിച്ചവനാ